കയ്യിലൊരു ചെറിയ കവറുണ്ട്. ആ കൂപ്പ് കരഞ്ഞു വിളിച്ച് നാട്ടുകാരെ കൂട്ടുമോ? അക്കാര്യത്തിൽ ചെറിയൊരു പേടിയുണ്ട്. ഭാര്യയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് എങ്ങാനും ആവും. പെണ്ണിൻ്റെ വാക്കിനപ്പുറം ഒരു കോടതിയും പോവില്ല. കുഞ്ഞുട്ടൻ പറഞ്ഞനുസരിച്ച് തപ്പിപ്പിടിച്ചൊടുവിൽ അവനൊരു റൂമിൻ്റെ മുന്നിലെത്തി. ഇതന്നെയാവും. ബർണാഡോ ദൈവങ്ങളെ, ഈ ഉള്ളവൻ്റെ ലക്ഷ്യം പിഴപ്പിക്കരുതേ, മിന്നിച്ചേക്കണേ. വാതിലിനടുത്തുനിന്ന് കയ്യും കൂപ്പി നെറ്റിയിലും ഇരു തോളിലുമായി തൊട്ട് കുരിശും വരച്ചനകത്തേക്ക് കടന്നു. ഈ പേടിത്തുണ്ടി വിളിച്ചു കൂവാതിരുന്ന പരിപാടി പെട്ടെന്ന് കഴിക്കായിരുന്നു. മുറിയിലേക്ക് കയറിയ പാടെ അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആകെ മൊത്തം ഇരുട്ട്. പാതി തുറന്നിട്ട് ജനലിലൂടെ ചെറിയ തോതിൽ നിലാവ് അകത്തേക്ക് എത്തി നോക്കുന്നുണ്ട്. മൊബൈൽ ഫ്ലാഷ് ഓൺ ചെയ്തു. അവൻ പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു. ആരും എന്നെ ഫോളോ മീ ആക്കിയിട്ടില്ലല്ലോ. പുറത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി മുറിയുടെ വാതിലടച്ചു. അവൻ കട്ടിലിൻ്റെ അടുത്തേക്ക് നടന്നു. മൂടിപ്പുതച്ചുറങ്ങുന്നത് കണ്ടില്ലേ? എന്താ അച്ചടക്കം! ഉറങ്ങുന്ന നേരത്തെങ്കിലും ഇവളൊന്ന് നല്ല കുട്ടിയായി കാണാലോ. കയ്യിലുള്ള കവർ തുറന്നു. അവൻ എന്തോ സാധനം കയ്യിലെടുത്തു. നീണ്ടു വണ്ണമില്ലാത്ത എന്തോ ഒരു സാധനം. ദേവിൻ്റെ കയ്യിൽ കിടന്നത് രക്ഷപ്പെടാൻ പലതവണ അത് ശ്രമിച്ചു. വളഞ്ഞു പുളഞ്ഞ് 2 തവണ വഴുതി ചാടാൻ പോയെങ്കിലും ദേവ് അതിനെ മുറുകെ പിടിച്ചു. നിക്കവിടെ, എന്താ നിനക്ക് ഇത്ര തിരക്ക്? അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ കൺമുന്നിലേക്ക് അതിനെ നീട്ടിപ്പിടിച്ചു. എന്നോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിക്കണം. ഇതോടെ എന്നെ കാണുന്നത് തന്നെ നിനക്ക് ഭയമാവണം. ജനൽ മുഴുവനായി തുറന്നു കവർ പുറത്തേക്കിട്ടു. നിലാവട്ടത്തിൽ കിടക്കുന്ന ആളുടെ തല അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഒട്ടും ആമാദിച്ചില്ല. കയ്യിൽ കിടന്ന് പുളകം കൊള്ളുന്ന ആ സാധനത്തിനെ നോക്കി ഒന്ന് ചിരിച്ചു. വിഷ് ചെയ്തിട്ട് അവൻ മറുകൈ കൊണ്ട് പുതപ്പ് വലിച്ചു താഴ്ത്തി. നോക്ക് മോനെ, നിനക്ക് പണി തുടങ്ങാൻ സമയമായി. ഇവളുടെ അലറൽ കേട്ട് നീ പേടിക്കരുതിട്ടോ. ദേവന് ചിരിയടക്കാനായില്ല. വലിച്ചു മാറ്റിയ പുതപ്പ് ഒന്നുകൂടെ വലിച്ചു. അവൻ കിടക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി. നോക്കിയിട്ടും വിശ്വാസം വരാത്ത പോലെ അവൻ വീണ്ടും സൂക്ഷിച്ചു നോക്കി. അരണ്ട വെളിച്ചത്തിൽ കിടക്കുന്ന ആളുടെ മുഖം കണ്ടതും ദേവിൻ്റെ മുഖത്തുണ്ടായിരുന്ന ചിരി കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടു. ഗൗരിക്ക് ഇത്ര പെട്ടെന്ന് താടിയും വീഴ്ച ഉണ്ടായോ? ദേവിൻ്റെ തലയിൽ കൂടും കെട്ടി കഴിഞ്ഞിരുന്ന കിളികൾ മൊത്തം കുടുക്കയും കൊണ്ട് പാറിപ്പോയി. തലയൊക്കെ ഒന്ന് കുടഞ്ഞ് വീണ്ടും നോക്കിയ ദേവിൻ്റെ മുഖം നേരത്തെ കണ്ടതിലേറെ ദയനീയമായിരുന്നു. ബർണാഡോ ദൈവങ്ങൾ ചതിച്ചു എന്ന് തോന്നുന്നു. ഇത് യാര്? ദേവ് തലയിൽ കൈവച്ചു. പണി പാളി. കയ്യിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന പഴുതാരയെ നോക്കി ദേവ് ഒരു നിമിഷം നിന്നു. എന്തിനാണ് ഇങ്ങനെ പിടക്കുന്നത്? വെറുതെ പിടച്ചുകൊണ്ട് വന്നത് മിച്ചം. എല്ലാമേ പാളിയാച്ച്. നിങ്ങൾക്കൊന്നും കത്തിയില്ലല്ലേ? പറഞ്ഞു തരാം. രാത്രി മീനാക്ഷി ഗൗരിയെ റൂമിലേക്ക് പറഞ്ഞയച്ചിരുന്നില്ല. രാത്രി ഒരു പൂജ ഉള്ളത് കൊണ്ട് പൂജാമുറിയുടെ അടുത്ത റൂമിൽ കിടന്നിരുന്ന ആരവിനെ ഉണ്ണി മുകളിലേക്ക് പറഞ്ഞയച്ചു. രാത്രി വളരെ വൈകിയാണ് ആരവ് അവിടെ എത്തിയത്. അപ്പോഴും കുഞ്ഞിട്ടൻ ഉറങ്ങിയിരുന്നു. പൂജാമുറിയിലെ ശബ്ദം കേൾക്കും വിചാരിച്ചാണ് അവൻ അവിടെ നിന്ന് മുകളിലേക്ക് മാറ്റിയത്. ദേവാണെങ്കിൽ ഈ ഷിഫ്റ്റിംഗ് അറിഞ്ഞതുമില്ല. ഗൗരി പീഡിപ്പിക്കാൻ വന്ന ദേവ് ഗൗരിക്ക് പകരം ആരവിനെ കണ്ട് കണ്ണും വീഴ്ച നിന്നു. ഗൗരിയുടെ ശരീരത്തിലേക്ക് പൈതാരയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച ദേവ് അണ്ടിപ്പോയ അണ്ണാനെ പോലെ നിന്നു. പാതിരാത്രി ഉറക്കം കളഞ്ഞത് വെറുതെയായി. തൽക്കാലം മെല്ലെ അങ്ങോട്ട് എസ്കേപ്പ് ആവാം എന്ന് വിചാരിച്ച ശബ്ദമില്ലാതെ തിരിഞ്ഞ ദേവിനെ ആരവെന്ന് തോണ്ടി. എന്നെ എണീപ്പിച്ചിട്ട് മച്ചാൻ എങ്ങോണ്ടാ? അതും പറഞ്ഞ ആരവ് പുതപ്പൊക്കെ നീക്കി എണീറ്റിരുന്നു. കരയണോ ചിരിക്കണോ എന്നറിയാതെ ദേവ് തൻ്റെ വിധിക്ക് മുന്നിൽ പകച്ചു പണ്ടാറണിഞ്ഞു നിന്നു. താൻ തന്നെ വരുത്തി വെച്ചതല്ലേ? ഉറങ്ങുന്നൊരുത്തനെ എണീപ്പിച്ചു. ഇതിൻ്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കയ്യിൽ പിടിച്ച പഴുതാരയുടെ കുടലടക്കം ദേവി ദേഷ്യം തലയിൽ കയറി ഞെക്കി പൊട്ടിച്ചു. തിരിഞ്ഞോ മോനെ, ഒരു രക്ഷയില്ല. ഒരു മനോഹരമായ പുഞ്ചിരിയോടെ ദേവ ആരവിന് നേരെ തിരിഞ്ഞു. ഇതിനൊക്കെ കാരണം അവൾ തന്നെയാ. എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ധാവണി തള്ള വേണ്ടിയിരുന്നില്ല ഒന്നും. അവിടെ കിടന്നാൽ മതിയായിരുന്നു. പറയുന്നത് കേൾക്കുക തന്നെ. ആരവാണെങ്കിൽ ഉറക്കം പിടിച്ചു വരികയായിരുന്നു. ഉറക്കം നഷ്ടപ്പെട്ട അവൻ ദേവിനെ വേണ്ടുവോളം വെറുപ്പിച്ചു. ആരവിൻ്റെ ചളിയും തള്ളും കേട്ട് ദേവിൻ്റെ ചെവി വേദനിക്കാൻ തുടങ്ങി. പാലാരിവട്ടം മുതൽ അങ്ങ് ബഹിരാകാശം വരെയും ആരവിൻ്റെ സംസാരം എത്തി. കസേരയിൽ മലർന്നിരുന്ന് ദേവ് ഗൗരിയെ പ്രാഗിയിരുന്നു. ഇവളാണ് എല്ലാത്തിനും കാരണം. രാത്രിയുടെ അവസാന യാമത്തിൽ എപ്പോഴോ ആരവിനെ തേടി നിദ്രാദേവി എത്തിയതും ദേവ് ജീവന് കൊണ്ട് പുറത്തേക്ക് ഓടി. ഇജാതി തള്ള ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിലേറെ നല്ലൊരു ഡോറാബുജി കാണുന്നതാണ്. അവൻ്റെ കൂപ്പിലൊരു പാലാരിവട്ടം. തൻ്റെ പ്ലാൻ 8 നിലയിൽ പൊട്ടിയ ആത്മനിർവൃതിയിൽ അവൻ വരാന്തയിൽ കുറച്ചു നേരം നിന്നു. എന്നാലും ആ വട്ടത്തിപ്പെണ്ണ് എവിടെ? ഇനി എനിക്ക് മുറി മാറിയതാണോ? രാവിലെ ഇവിടെ തന്നെയാണ് ഞാൻ അവളെ കണ്ടതെന്ന് തോന്നുന്നു. ആ ചെക്കൻ എവിടെയാവും? കണ്ടെങ്കിന്ന് ചോദിക്കായിരുന്നു. മൊബൈലെടുത്ത് നോക്കുമ്പോൾ സമയം 3 മണി ആവാനായിട്ടുണ്ട്. ആരും ഉണരും മുന്നേ പോയില്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോകാം. ഒരുപാട് സംശയങ്ങളോടെ അവൻ അവിടെ നിന്നും തിരിച്ചിറങ്ങി. ശബ്ദമില്ലാതെ കോണിപ്പടികൾ ഇറങ്ങുമ്പോഴും അവൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. എതിർദിശയിലുള്ള തൻ്റെ മുറിയിലേക്ക് പോവാനായി ഇടനായി കടന്നതും പൊടുന്നതിന് അവൻ്റെ കാലുകൾ നിശ്ചലമായി.
അവന് മുന്നിൽ നീണ്ടു കിടക്കുന്ന ഇടനായിയുടെ മറുതലക്കൽ നിന്ന് ആരോ അകത്തേക്ക് കയറുന്നത് അവൻ്റെ കണ്ണിൽ പെട്ടിരുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ആ രൂപം നടക്കുമ്പോൾ ദേവ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അതാരെന്നറിയാൻ. കുളത്തിലേക്ക് പോകുന്ന വഴിയാണത്. ആരെ ഈ സമയത്ത് ഇവിടെ? അടുത്തേക്ക് വരുംതോറും ചെമ്പകപ്പൂവിൻ്റെ ഗന്ധം അവൻ്റെ നാസികയെ മത്തി പിടിപ്പിച്ചു കൊണ്ടിരുന്നു. പരസ്പരം തട്ടിത്തലോടി കുഞ്ചിക്കൊണ്ടിരിക്കുന്ന മണികൾ പിടിപ്പിച്ച കൊലുസിൻ്റെ കിലുക്കം അവൻ്റെ കാതുകളിൽ വന്ന് പതിഞ്ഞു. ഓരോ നിമിഷം കഴിയുന്തോറും നിയൽ അവനടുത്തേക്കായി നീങ്ങി വന്നു. പെട്ടെന്നെന്തോ ഉൾപ്രേരണയാൽ അവൻ മുന്നിൽ കണ്ട തൂണിൻ്റെ മറവിലേക്ക് മാറിയെന്നു. കുരിശിൻ്റെ കിലുക്കത്തിൽ മതിമറന്ന ദേവിൻ്റെ കണ്ണുകൾ അവനറിയാതെ തന്നെ കടന്നു വന്ന ആളുടെ നേരെ ചലിച്ചു തുടങ്ങി. ഇരട്ട മുണ്ടും അതിനു മുകളിലായി നേരേദ്യം ധരിച്ചിട്ടുണ്ട് അവൾ. ഇരു കൈകൾ കൊണ്ടും ആ താലത്തിൽ മുറുകെ പിടിച്ചു. കാലിൻ്റെ ശബ്ദം കേൾപ്പിക്കാനാകാത്ത വിധത്തിൽ വളരെ സൂക്ഷ്മതയോടെ അവൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. അനുസരണയില്ലാത്ത കുരുന്നുകളെ പോലെ കുരിശുകൾ മാത്രം കലവില കൂട്ടുന്നു. അവൾ അടുക്കുംതോറും അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. ആ മുഖമൊന്ന് കാണാൻ അവൻ്റെ മനം തുടിച്ചു. വിടർന്ന കണ്ണുകളുമായി അവൻ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവൾക്ക് കാവലായി പിറകിൽ വേറെയും ആരൊക്കെയോ ഉണ്ട് എന്ന് വളരെ അടുത്തെത്തിയതിനു ശേഷമാണ് അവന് മനസ്സിലായത്. കൂട്ടത്തിലെ പരുക്കൻ ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞതും ദേവ് നോട്ടം തെറ്റിച്ചു വഴിയെ തിരിഞ്ഞു നടന്നു. അവരുടെ കണ്ണിൽപ്പെടാതെ എത്രയും പെട്ടെന്ന് റൂമിലെത്തണം. അച്ഛനാണ് അതിലൊന്ന്. മുന്നിൽ വന്ന യുവതി ഗൗരിയാണോ? ഞാൻ അറിയാത്ത വേറെയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാതിരാത്രി എന്തിനാ ഇങ്ങനൊരു കർമ്മം? എത്ര ചിന്തിച്ചിട്ടും അവനൊന്നും മനസ്സിലായില്ല. ഗൗരിയും മീനാക്ഷിയും ഉറങ്ങാതെ കാത്തിരുന്നു. 11 അടിച്ചാൽ പുറത്തേക്ക് വരണമെന്ന് ഉണ്ണി പ്രത്യേകം അവരോട് പറഞ്ഞിരുന്നു. കൃത്യസമയത്ത് ഇരുവരും പുറത്തിറങ്ങി. ഉണ്ണിയും അച്ഛനും ചെറിയച്ഛനും ദേവിൻ്റെ അച്ഛനും പുറത്തുണ്ടായിരുന്നു. ഗൗരിയെയും കൊണ്ട് കാവിനുള്ളിലെ തുളസിത്തറയിലേക്കാണ് അവർ ആദ്യം പോയത്. അവിടെ വിളക്കി വെച്ച് പ്രാർത്ഥിച്ചു. നേരെ ശിവഗംഗയുടെ അമ്പലത്തിലേക്ക് പോയി. അവിടെയും ചില കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. 15 നാൾ ഇങ്ങനെ ചെയ്യണം, അത് കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കണം. ഇതുകൊണ്ടെല്ലാം പ്രയോജനമുണ്ടാവുമെന്ന് അവൾക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഒരു കർമ്മം വിധി പോലെ നടക്കും. ഈ പൂജയുടെയും വ്രതത്തിൻ്റെയും ഒക്കെ അവസാനം ആ കരിനാഗത്തെ ദേവിൻ്റെ കൈകൾ കൊണ്ട് തന്നെ കൊല്ലണമെന്നാണ് അവർ പറയുന്നത്. ദേവ് അതിനെ ചെയ്യില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. ഉണ്ണിയേട്ടൻ്റെയും ദേവിൻ്റെ അച്ഛൻ്റെയും സംസാരത്തിൽ നിന്നുമൊക്കെ അതാണ് വ്യക്തമാവുന്നത്. കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോഴും ഗൗരി മൗനമായി നിന്നു. ദേവിൻ്റെ അച്ഛനായിരുന്ന പൂജയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നത്. യാന്ത്രികമായി അവൾ അവർക്കെല്ലാത്തിനും നിന്നുകൊടുത്തു. രാത്രി ഒരുപാട് വൈകിയിരുന്നു തിരിച്ചു വീട്ടിലെത്തുമ്പോൾ. ഈ സമയത്ത് സ്ത്രീകൾ ആരും തന്നെ കുളിക്കാറില്ല. കിഴക്ക് വെള്ളം കീറുമ്പോഴാണ് ഞങ്ങളുടെ സമയം. പുറത്തു പോയി വന്നതല്ലേ, മോള് പോയി ശുദ്ധിയായി വാ. കാവിൽ വിളക്കി വയ്ക്കലും സന്ധ്യയ്ക്ക് ഉമ്മറത്ത് വിളക്കി വയ്ക്കലും ഇത് നിന്റെ കടമയാണ്. മീനാക്ഷി അവളെ കുളക്കരയിലേക്ക് കൊണ്ടുപോയി. കുളത്തിൻ്റെ കരയിൽ അവർക്ക് കൂടെ ദേവിൻ്റെ അച്ഛനും ഉണ്ണിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. ചെറിയച്ഛനും ഉണ്ണിയും പുറത്തേക്ക് ഓലായിൽ കിടന്നു. അവർ പോയിട്ട് അകത്തേക്ക് പോവാമെന്ന് വിചാരിച്ചാണ് അവിടെ കിടന്നതെങ്കിലും അവർ അറിയാതെ ഉറങ്ങിപ്പോയി. പൂജയ്ക്ക് ഉപയോഗിച്ച ചില സാധനങ്ങളും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. കുളിച്ചു കയറിയ അവളുടെ കയ്യിൽ ഒരു താലം ദേവിൻ്റെ അച്ഛൻ വെച്ചു കൊടുത്തു. അതിലെന്തോ വസ്തു പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ചുറ്റുമെങ്ങും കനത്ത നിശബ്ദത തളം കെട്ടുന്നതിനാൽ കുലസിൻ്റെ കിലുക്കം മുഴക്കമായി അവളുടെ കർണപടത്തിൽ തട്ടി. ശബ്ദം കേട്ടു ആരെങ്കിലും എണീറ്റാലോ എന്ന് വിചാരിച്ചു. അവൾ ശബ്ദമില്ലാതെ നടന്നു. താലം പൂജാമുറിയിൽ വെച്ച് തിരികെ മീനാക്ഷിയുടെ കൂടെ അവൾ മുറിയിലേക്ക് നടന്നു. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിട്ടൻ്റെ കൂടെ അവളെ കിടത്തി. അവർ കാപ്പി ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയി. ഗൗരി ആവട്ടെ ഗാഢമായ ചിന്തയിലേക്ക് ഇറങ്ങി. അതിരാവിലെ അന്തമിട്ടിറങ്ങുന്ന ഉണ്ണിയെ കോലായിൽ കണ്ട് ദേവ് സംശയത്തോടെ നോക്കി. ഇവൻ്റെ കാലെന്താ മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ, ഉറക്കത്തിലെങ്ങാനും നടന്നുപോയോ? ചെറിയച്ഛനും പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട്. രണ്ടുപേരുടെയും ഉടുമുണ്ടിൽ അങ്ങിങ്ങായി പുരണ്ടിരുന്ന ചുവന്ന നിറം കണ്ട് ദേവ് ഒന്ന് സൂക്ഷിച്ചു നോക്കി. രക്തമല്ല, കുങ്കുമപ്പൊടിയാണ്. അവർക്കടുത്തായി കെട്ടിവെച്ച കീഴി കാണുകയും ചെയ്തതോടെ ഇരുവരെയും ഒന്ന് നോക്കി അവൻ അത് കയ്യിലെടുത്തു. ചിതാഭസ്മം സൂക്ഷിക്കുന്ന മൺകുടം പോലെ തോന്നി അവനത്. കീയുടെ കെട്ടഴിക്കാൻ തുനിഞ്ഞതും പെട്ടെന്ന് ഉണ്ണി തിരിഞ്ഞു കിടന്നു. ദേവി നെട്ടിക്കൊണ്ട് കീ അവിടെ തന്നെ വെച്ചു. ഉണ്ണി കണ്ടോ? അവന് സംശയം തോന്നി. കണ്ണിൽപ്പെടാതെ പോവാനായി കാലി പിറകിലേക്ക് വെച്ചതും ദേവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെറിയച്ഛൻ എണീറ്റിരുന്നു. ദേവാണെങ്കിൽ ശ്വാസമടക്കി പിടിച്ച് അവിടെ തന്നെ നിന്നു. എന്നാൽ ദേവിനെ കാണാത്ത മട്ടിൽ അദ്ദേഹം എടുത്തകത്തേക്ക് കയറിപ്പോയി. എന്താണ് ആ കുടത്തിൽ? ഇന്നലെ രാത്രി കണ്ടതും ഇതും കൂടെ വെച്ച് നോക്കിയാൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ ഇവരും ഉണ്ടായിരുന്നു. താൻ അറിയാതെ എന്തോ നടന്നിട്ടുണ്ട് ദേവിന് ഉറപ്പായി. എങ്ങനെ ഇതൊക്കെ ഒന്ന് അറിയുക? അവളൊന്ന് കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ദേവിൻ്റെ ചിന്തകൾ ആ വഴിക്കാണ് നീങ്ങിയത്. അവൾക്ക് വേണ്ടിയാണ് ഇതൊക്കെയെങ്കിൽ തടസ്സമായി മുന്നിൽ നിന്നേ പറ്റൂ. വളഞ്ഞ വഴിയിലൂടെ ആണെങ്കിലും എല്ലാം കണ്ടുപിടിക്കണം.
രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ കണി ഗൗരിയേച്ചി. ശാന്തമായി ഉറങ്ങുന്ന ഗൗരിയെ നോക്കി കുഞ്ഞുട്ടൻ പുഞ്ചിരിച്ചു. സദാ പുഞ്ചിരി കളിയാടുന്ന തിളങ്ങുന്ന മുഖം. എൻ്റെ ചേച്ചിയെ കണ്ട ഏത് ഗന്ധർവനാണ് വീഴാത്തത്? അവളുടെ മൃദുലമായ കവിളിൽ പിടിച്ച് കുഞ്ഞുട്ടൻ വലിച്ചതും ഗൗരി കണ്ണു തുറന്നു. ഏച്ചി എപ്പോഴാണ് ഇവിടെ വന്ന് കിടന്നത്? അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് അവൾ വീണ്ടും തിരിഞ്ഞു കിടന്നു. കുറേ സമയം അവളെ മുടി വലിച്ചും കവിളിൽ പിച്ചും തോണ്ടിയൊക്കെ ഉണർത്താൻ അവൻ ശ്രമിച്ചെങ്കിലും അവൾ ഉറങ്ങിക്കൊണ്ടേയിരുന്നു. അവസാനം അവൻ എണീറ്റ് കൂട്ടുവായി ഇട്ട് പുറത്തിറങ്ങിയപ്പോഴുണ്ട് ദേവ് നടുമുറ്റത്ത് പടിയിൽ കയറിയിരിക്കുന്നു. അവനെ കണ്ടതും ദേവ് അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ചുറ്റും നോക്കിക്കൊണ്ട് അവൻ തലയാട്ടി. ദേവിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ കുഞ്ഞിട്ടൻ ഗൗരി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഞാനെങ്ങാനും കണ്ണേട്ടനോട് സംസാരിക്കുന്നത് കണ്ടാൽ മതി, പിന്നെ എൻ്റെ കാര്യം സോഹ. കുഞ്ഞിട്ടൻ ദേവിൻ്റെ അടുത്തേക്ക് പോയത് ഗൗരി പെട്ടെന്ന് ഞെട്ടിയുണർന്നു. കാലിലൂടെ എന്തോ ഒരു വിറയലൊക്കെ. ശരീരം തളരുന്ന പോലെ. എഴുന്നേൽക്കാൻ ശ്രമിക്കും തോറും ആരോ തന്നെ വരിഞ്ഞു മുറുകും പോലെ. അമ്മ എന്ന് ഒരുപാട് തവണ വിളിച്ചെങ്കിലും ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. തലയുയർത്താൻ അവൾ ആവതി ശ്രമിച്ചു. ഞാൻ മരിക്കാൻ പോകണു. അവൾ ഭയം കൊണ്ട് വീർത്തൊലിച്ചു. നീ എങ്ങോട്ടാ പോകുന്നത്? അമ്മ തന്നെയാണ് അടുത്ത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പോവാം. പരിചയമില്ലാത്ത സ്ത്രീ ശബ്ദം കേട്ട് ഗൗരി ഞെട്ടിവിറിച്ചു. ഒന്ന് തലതിരിക്കാൻ പോലും ആവാതെ കുഴഞ്ഞു. ഇവനിക്ക് ജീവനാണ് ഗൗരി. എൻ്റെ ബലഹീനത അവനാണ്. അവനെ നഷ്ടപ്പെടാതിരിക്കാനാണ് നിന്റെ ചേച്ചിമാരെ ഞാൻ കൊന്നത്. അതൊന്നും നിനക്ക് ക്ഷമിക്കാനാവില്ലെന്ന് എനിക്കറിയാം. ഇനി ഒരു 30 ദിനങ്ങൾക്കപ്പുറം ഞാൻ യാത്രയാവും. പക്ഷേ അപ്പോഴും ദേവവൻ്റെ ചിന്തകളിൽ എന്നെ തന്നെ. എൻ്റെ യാത്ര മുടങ്ങും. തൽഫലമായി നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും. പക്ഷേ നിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാനാവില്ല. എനിക്ക് ദേവനോളം വിലപ്പെട്ടതാണ് നീയും. ഞാൻ എങ്ങനെ നിന്നെ കൊല്ലും? ദേവനെ കൊന്നാലും വേണ്ടില്ല. അവൻ്റെ കൈകൾ കൊണ്ട് മരിച്ചാൽ സന്തോഷമായി എൻ്റെ ലോകത്തേക്ക് എനിക്ക് പോവാം. ഇനി മുതൽ ഞാൻ നിന്നിലൂടെ ജീവിക്കും. ശരീരം നിൻ്റെയും മനസ്സിൻ്റെയും. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീ പ്രവർത്തിക്കും. അതൊരു കൽപ്പനയായിരുന്നു. അശരീരി നിലച്ചതും ചങ്ങലക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് ഗൗരി സ്വതന്ത്രയായി. തെല്ലും കൂസലില്ലാതെ അവൾ കട്ടിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് നടന്നു. നടുമുറ്റത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുട്ടിനെയും ദേവിനെയും കണ്ട് അവൾ മുകളിൽ നിന്ന് തന്നെ താഴേക്ക് എടുത്ത് ചാടി. ഇരുവർക്കും തൊട്ടടുത്ത് വന്ന ലാൻഡായ ഗൗരി രണ്ടുപേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. തൊട്ടടുത്ത് വന്ന് കട്ടക്കരിപ്പിൽ നോക്കുന്ന ഗൗരിയെ കണ്ട് കുഞ്ഞുട്ടൻ കണ്ണും മേച്ച് നിന്നു. ദേവാണെങ്കിൽ ഇതെന്താ സാധനം എന്ന മട്ടിൽ ഗൗരിയെ തുറിച്ചു നോക്കി.